الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ആദരണീയരായ വിശ്വാസിനികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രം പല മഹാത്മാക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മഹാനായ ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം അത്ഭുതമായതല്ല അവയൊന്നും തന്നെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തെക്കാളും മുഹമ്മദ് നബിയെക്കാളും അത്ഭുതമായതല്ല അവരൊന്നും തന്നെ അവരുടെ ചരിത്രം. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് സൂറത്തു ശറഹിലെ 4-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, താങ്കൾക്ക് മുഹമ്മദ് നബിയെ അവിടുത്തെ കീർത്തിയെ, പ്രസിദ്ധിയെ നാം ഉയർത്തിത്തരുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തിയതാണ് മുഹമ്മദ് നബി. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയായ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെയും പ്രസിദ്ധിയെയും ഉയർത്തിയിട്ടുണ്ട്. ഷഹാദത്ത് കലിമയിൽ അവിടുത്തെ നാമം ഉച്ചരിക്കാതെ അത് ഷഹാദത്ത് കലിമയാകൂല. ബാങ്കിൽ അവിടുത്തെ നാമം ഉച്ചരിക്കാതെ ബാങ്കാവൂല, ഇഖാമത്താവൂല. അതുപോലെ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ പോലും അവിടുത്തെ നാമം ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നാമത്തെ അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ചേർത്ത് പറയുന്നു. അതാണ് വറഫഅനാ ലക ദിക്റക. സുബ്ഹാനക യാ അലീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവിടുത്തെ തുടക്കം മുതൽ അവിടുത്തെ അവസാനത്തെ നിമിഷങ്ങളിൽ അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല എന്നിങ്ങനെ പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് അവസാനം വഫാത്താവുകയും കൈ താഴേക്ക് വീഴുകയും ചെയ്യുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകളും രേഖപ്പെടുത്തപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നോക്കൂ, നിങ്ങള് ഇണകളോട് പെരുമാറിയത്, മക്കളോട് പെരുമാറിയത്, ബന്ധുക്കളോട്, അനുയായികളോട്, രാഷ്ട്ര നേതാക്കളോട്, പള്ളിയിൽ, അങ്ങാടിയിൽ, അയൽപ്പക്കങ്ങളിൽ, കച്ചവട രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, കാർഷിക രംഗത്ത്, എന്തിനേറെ ആധ്യാത്മിക രംഗത്ത്, യുദ്ധരംഗത്ത് പോലും അവിടുത്തെ മാതൃക ലോകർക്ക് മുഴുവനുമാണ്. സർവ മനുഷ്യർക്കും പഠിക്കാനും പകർത്താനും മാതൃകയാക്കാനും പാകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകരുടെ പ്രവാചകരാണ്, മനുഷ്യർക്കാകമാനമുള്ള പ്രവാചകരാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 158-ാമത്തെ ആയത്ത് നബിയോട് പറയാൻ വേണ്ടി അല്ലാഹു പറയാണ്, ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയുക നബിയെ, ലോകരോട് പറഞ്ഞു കൊടുക്ക നബിയെ, മനുഷ്യരെ, തീർച്ചയായും ഞാൻ ഈ മുഹമ്മദ് നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മൊത്തത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ്.
ലോകരിലേക്ക് മുഴുവൻ നിയോഗിതരായ അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനെന്താണ് തെളിവ്? എന്താണ് ദലീൽ? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നു, വല്ലാഹു യഅലമു ഇന്നക ലറസൂലു. 63 അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്ത്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു. അള്ളാഹുവിനറിയാം തീർച്ചയായും നീ മുഹമ്മദ് അവന്റെ റസൂലാണെന്ന്. ലോകത്തൊരാളുടെ സർട്ടിഫിക്കറ്റ് നബിയെ അവിടത്തേക്ക് ആവശ്യമില്ല. അവിടുന്ന് അള്ളാന്റെ റസൂലാണ് എന്നതിന് 1-ാമത്തെ സാക്ഷി അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ 48-ാം അധ്യായം സൂറത്ത് ഫത്ഹിന്റെ 29-ന്റെ തുടക്കത്തിൽ കാണാം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്. ഈ ആയത്തിന് വിവരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞു, ഷഹിദ ലഹു ബിർരിസാല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഐ ഷഹിദ ലഹു ബിർരിസാല. മുഹമ്മദ് നബിക്ക് റിസാലത്തുണ്ടെന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. എത്രത്തോളം കാര്യങ്ങള് വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയുടെ മദ്ഹ് അല്ലാഹു വിവരിക്കുന്ന കാണാൻ പറ്റും. 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂല് വന്നിരിക്കുന്നു. എന്താ പ്രത്യേകത? നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് അവിടുന്ന്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരാണ് അവിടുന്ന്. മാത്രമല്ല വിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. റഊഫുമാണ്, റഹീമുമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തതൊരു അത്ഭുതമാണ്. മുഹമ്മദ് നബിയുടെ മുകളിലേക്ക് കയറിപ്പോയാൽ, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമ്മൾ താഴേക്ക് പോന്നാൽ, ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയിൽ, ഇസ്മായിൽ നബിയുടെ പാരമ്പര്യത്തിൽ, അറബ് വംശത്തിന്റെ പിതാവായ യഅ്റൂബ് ഇബ്നു ഖഹ്താനെ പോലെയുള്ളവരുടെ പാരമ്പര്യത്തിലൂടെ കടന്നുവന്ന് ഖുറൈശികളിൽ നിന്ന്, ബനൂ ഹാശിമിൽ നിന്ന് വസ്തഫാനി വസ്തഫാനി എന്നിങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അവിടുത്തെ സനദ്, അവിടുത്തെ പരമ്പര കടന്നു ചെല്ലുന്നത് റസൂലും നബിയുമായ ഇസ്മായിലിലാണ്, റസൂലും നബിയുമായ ഇബ്രാഹിമിലാണ് അലൈഹിമസ്സലാം. കൂടാതെ അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്നതിന് ലോകത്ത് കടന്നു വന്ന വേദഗ്രന്ഥങ്ങൾ മുഴുവനും, ആ വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ട നബിമാര് മുഴുവനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയാണ്. 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 146-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നാം കിതാബ് നൽകിയിട്ടുള്ളവർക്ക്, അഹ്ലു കിതാബിന്, യഹൂദന്മാർക്ക്, അതുപോലെ സബൂറിന്റെ അഹ്ലുകാർക്ക്, അതുപോലെ ഇഞ്ചീലിന്റെ അഹ്ലുകാർക്ക് അവർക്കറിയാം. എങ്ങനെ അറിയാം? സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അറിയാം. ആരറിയാം? അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം. അള്ളാഹുവിന്റെ റസൂൽ റസൂലും നബിയുമാണ് എന്നത്. ഈ ആയത്തിനൊരു തഫ്സീറുണ്ട്. ഈ ആയത്ത് മദീനയിൽ, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നിടത്ത് കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദ പണ്ഡിതനാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച യഹൂദ റബ്ബിയാണ്, പിന്നീട് സ്വഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഈ ആയത്ത് അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ട് പറയാറുണ്ട്. അഥവാ യഹൂദ പണ്ഡിതന്മാർക്ക്, മഹാന്മാരായ റബ്ബികൾക്ക് അവർക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവര് പഠിച്ചിരുന്ന, അവര് വിശ്വസിച്ചിരുന്ന വേദഗ്രന്ഥത്തിലൂടെ പരാമർശിക്കപ്പെട്ട നബിമാര് പരാമർശിച്ച അവസാനത്തെ റസൂലും നബിയുമാണ് എന്നത്. എത്ര സ്ഥലത്താണ് അല്ലാഹു തആല പറഞ്ഞറിയോ? സൂറത്ത് അഅറാഫിന്റെ 157 കാണാം, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉമ്മിയായ നബിയായ റസൂലിനെ, മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. ഉമ്മി എന്നൊരു പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. മലയാള പരിഭാഷകളിലൊക്കെ നമ്മൾ അക്ഷരജ്ഞാനമില്ലാത്തവൻ എന്ന് എഴുതി വെച്ചിട്ട് പൊതുവെ ഒരു ധാരണ പിശകുണ്ടാകാറുണ്ട്. എല്ലാ മലയാള പരിഭാഷയിലും അങ്ങനെയാണ്. ഒരല്പെങ്കിലും ആശ്വാസമുള്ളത് മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ പരിഭാഷ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഗ്രാഹ്യത കിട്ടുക. ബാക്കിയൊക്കെ അക്ഷരജ്ഞാനമില്ലാത്തവൻ. എന്താണ് ഈ അക്ഷരജ്ഞാനമില്ലാത്തവൻ? തഫ്സീറുകളിൽ കാണാം, മുൻപൊരു വേദഗ്രന്ഥം വായിച്ചിട്ടില്ലാത്തവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മാത്രമല്ല സർവ്വ തഫ്സീറുകളും ഒരുപോലെ പറയുന്നത് കാണാം, എഴുത്തും വായനയും പഠിക്കാത്തതിനാൽ, എഴുത്തറിയാത്തതിനാൽ, വായിക്കാൻ അറിയാത്തതിനാൽ ഒരു മനുഷ്യൻ ജന്മസഹജമായി ഉള്ള അതേ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നവൻ. പ്രകൃത്യ പ്രസവിച്ചത് മുതൽ നബിക്ക് എന്തറിയില്ല, എഴുത്തും വായന അറിയില്ല. ഏതുവരെ? 40 വയസ്സുവരെയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആനിനെ വിമർശിക്കുന്നവർക്ക് അതൊരു വലിയ ഇജാസാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നവർക്ക് അതൊരു ഇജാസാണ്. എന്ത്? ഒന്നും അറിയാത്തൊരു റസൂലിന് എങ്ങനെ ഇത്ര മഹത്തായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കും? ആലോചിക്കുക. ഖുർആനിന്റെ മുഅ്ജിസത്തിനുള്ള തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതാണ് സാധാരണ ആയത്തുകളൊക്കെ. സുബ്ഹാനക യാ അലീം. പ്രിയമുള്ളവരെ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ഇത് കാണാൻ സാധിക്കും. ശരി, എന്തിനാണ് മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത്? ഒരു നിയോഗത്തിന് ലക്ഷ്യമുണ്ടല്ലോ. ലോകത്ത് വന്ന നബിമാരുടെ ഒക്കെ നിയോഗത്തിന് ലക്ഷ്യമുണ്ടല്ലോ. മുഹമ്മദ് നബി അവസാനത്തെ നബിയും റസൂലുമായി വന്നതിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആനിൽ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 ആയത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ وداعيا إلى الله بإذنه وسراجا منيرا. നബിയെ, തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്ന നബിയെ. എത്രത്തോളം അറിയോ? അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. ഖൗലുഹു തആല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ ഐ അലാ ഉമ്മതിക ബിൽ ബലാഗ്. അദ്ദേഹം ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു എന്നതിന് സാക്ഷിയാണ്. വമുബശ്ശിറൻ ബിൽ ജന്നതി ലിമൻ സദ്ദഖക. വിശ്വസിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്. വനദീറൻ ഐ മുൻദിറൻ ബിന്നാസി ലിമൻ കദ്ദബക. നിഷേധിക്കുന്നവർക്ക്, കളവാക്കുന്നവർക്ക് നരകത്തെക്കുറിച്ച്, നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരാണ്. വദാഇയൻ ഇലല്ലാഹ് ഇലാ തൗഹീദിഹി വതാഅതിഹി ബിഇദ്നിഹി ഐ ബിഅംരിഹി ലാ അന്നക ഫഅൽതഹു മിൻ തിൽഖാഇ നഫ്സിക. അല്ലാഹുവിന്റെ അനുമതിയും കൽപ്പനയും അനുസരിച്ച് ജനങ്ങളെ തൗഹീദിലേക്കും അല്ലാഹുവിലുള്ള ത്വാഅത്തിലേക്ക്, അനുസരണത്തിലേക്കും ക്ഷണിക്കുന്നവനായും പ്രവർത്തിക്കുന്നവരാണ് മുഹമ്മദ് നബി. അവസാനം പറഞ്ഞു വസിറാജം മുനീറ. ചില ആളുകൾ ഈ പദമൊക്കെ അവരുടെ ശിർക്കൻ ബൈത്തുകൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട്. സിറാജം മുനീറ. എന്താണ് സിറാജം മുനീറ എന്ന് പറഞ്ഞാൽ? ഐ അൻത ലിമനിത്തബഅക സിറാജൻ കസ്സിറാജിൽ മുദിഇ ഫിൽ ദുൽമതി യുഹ്തദാ ബിഹി. അല്ലമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം ബഗവി അടക്കം പലരും സമാനമായ ആശയത്തിൽ ഉദ്ധരിക്കുന്നതാണ്. കൂടാതെ അദ്ദേഹത്തെ പിന്തുടരുന്നവർക്ക്, മുഹമ്മദ് മുസ്തഫയെ ഫോളോ ചെയ്യുന്നവർക്ക് ഇരുട്ടിൽ വഴികാട്ടുന്ന പ്രകാശമുള്ള വിളക്ക് പോലെ സിറാജം മുനീർ, അദ്ദേഹം മാർഗദർശകനുമാണ്. അല്ലാതെ ഇരുട്ടത്ത് സൂചി പോയപ്പോ തപ്പിയെടുക്കാനുള്ള കേവലം ഒരു വെളിച്ചാണെന്നുള്ള കള്ളക്കഥക്കുള്ള തെളിവല്ല സിറാജം മുനീർ എന്ന് പറഞ്ഞു. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ എത്ര സ്ഥലത്ത് കാണുന്നറിയോ? ഞാൻ ആമുഖമായി ഓതി വെച്ചത് അതാണ്. തബാറകല്ലദി നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തന്റെ അടിമയുടെ മേൽ, മുഹമ്മദ് നബിയുടെ മേൽ സത്യവും അസത്യവും വിവേചിക്കാനുള്ള പ്രമാണം ബുർഹാൻ ഖുർആൻ അവതരിപ്പിച്ചവനായ അല്ലാഹു, അവൻ ബറക്കത്തുള്ളവനാണ്, അനുഗ്രഹപൂർണനാണ്. എന്തിനാണ് നബി അല്ലാഹ് ഇറക്കിയത്? ലിയകൂന ലിൽ ആലമീന നദീറ. നബിയുടെ നിയോഗ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ലോകർക്ക്, ശരിക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ തഫ്സീർ, അഥവാ ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും ഒരു താക്കീതുകാരനായിരിക്കുന്നതിനു വേണ്ടി എത്രയത്. മഹാനായ ഇമാം ഇബ്നു അബി ഹാത്തിം, തഫ്സീർ ഇബ്നു അബി ഹാത്തിം, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഫി ഖൗലിഹി ലിൽ ആലമീൻ ഐ ഖാല അൽ ജിന്നു വൽ ഇൻസ്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സർവരുടെ പ്രവാചകനാണ്. എല്ലാ നബിമാരും അതാത് സമുദായത്തിലേക്ക് മാത്രമാണ്. എന്നാൽ മുഹമ്മദ് നബി സർവ മനുഷ്യർക്കുമുള്ള റസൂലാണ്. പുറമെ ജിന്നുവർഗത്തിന്റെ
കൂടി റസൂലാണ്. ദലീൽ 72 അധ്യായം സൂറത്ത് ജിന്ന് 1, 2, 3 ആയത്തുകൾ. വെറും കാണാം സൂറത്ത് സഭയിലൊക്കെ, മറ്റു ചില സൂറത്തുകളിലൊക്കെ തെളിവ് കാണാം. അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് സർവരുടെയും പ്രവാചകർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ എത്രത്തോളം വെച്ചാൽ ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. താങ്കളെ നാം മനുഷ്യർക്കാകമാനം സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുവാനുമായിക്കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഫഹുവ ഖൗലിഹി, ഈ വാക്കിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിക്കുകയാണ്. വബുഇത്തു ഇലന്നാസി ആമ്മതൻ, വബുഇത്തു ഇലന്നാസി ആമ്മതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഈ ആയത്തിന് തഫ്സീർ എടുത്തു കൊടുക്കുകയാണ്. എന്താണ്? എന്നെ മുഹമ്മദ് നബി പറയാണ്, എന്നെ എല്ലാ മനുഷ്യരിലേക്കും റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നു. അതായത് വഇത്തു കുല്ലി അഹ്മറ വഅസ്വദ, ചുവന്നവരുടെ റസൂൽ, കറുത്തവരുടെ റസൂൽ, വെളുത്തവരുടെ റസൂൽ, എല്ലാവരുടെയും റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആയത്തിന്റെ തഫ്സീറുകളിൽ വിശാലമായി പഠിപ്പിക്കുന്ന മനോഹരമായ ചില ഉദ്ധരണികൾ കാണാൻ പറ്റും. മുഹമ്മദ് നബിയെ അള്ളാഹു അയച്ചത് എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടാണ്. അറബികൾക്കും അനറബികളിലേക്കും അയക്കപ്പെട്ടവനാണ്. സർവരുടെയും പ്രവാചകനാണ്. കൂടാതെ അമ്മായി മനുഷ്യർക്കും ജിന്നുകൾക്കും ഉൾപ്പെടെ മറ്റു സർവ സൃഷ്ടികളുടെയും പ്രവാചകനാണ്. ഹയവാനാത്ത്, മൃഗങ്ങളുടെ പ്രവാചകർ, ജമാദാത്ത്, തടികളുടെ പ്രവാചകർ. എല്ലാറ്റിനും അള്ളാന്റെ ദീനിൽ തെളിവുണ്ട്. ഇത് ഖുറാഫാത്തല്ല. ഏതെങ്കിലും ഒരു ഖുറാഫാത്തിന്റെ അഹ്ലുകാർ ഇത് ഉദ്ധരിച്ചത് കൊണ്ട് അത് ഖുറാഫാത്താവുകയുമില്ല. കാരണം എന്താ? അവർ നിസ്കരിക്കുന്നുണ്ട്, അവിടെ നിസ്കാരം ഖുറാഫാത്ത് പറയാൻ പറ്റാത്ത പോലെ. അവർ നോമ്പ് വിൽക്കാറുണ്ട്, ഒരു ഖുറാഫി നോമ്പ് വെച്ചുകൊണ്ട് കണ്ടോ നോമ്പ് വിൽക്കുന്നു ഖുറാഫി, അതുകൊണ്ട് ഖുറാഫാത്താണ് നോമ്പ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അംഗീകരിക്കുന്നത് ആരംഗീകരിച്ചാലും സത്യമാണ് എന്ന് നമ്മൾ പറയണം. നോക്കൂ നിങ്ങള്, അദ്ദേഹത്തിന് മറ്റുള്ള നബിമാരെക്കാളും നിരവധി മഹത്വമുണ്ടെന്ന് അവിടുന്ന് തന്നെ പറയാം. അള്ളാഹ് പറഞ്ഞു. പോരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ. ഇമാം മുസ്ലിം അതുപോലെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ 50 എന്നാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഇതര നബിമാരെക്കാൾ എനിക്ക് മഹത്വമുണ്ട്. ആദം നബി മുതല് സയ്യിദുന റൂഹുല്ലാഹി ഈസാ നബി വരെയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന നബിമാരിൽ മറ്റുള്ളവർക്കില്ലാത്ത പ്രത്യേകത ഉണ്ട് എനിക്ക് 6 കാര്യങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? ഉഅതീതു ജവാമിഅൽ കലിം, എന്റെ വാക്കുകൾക്ക് അർത്ഥസമ്പുഷ്ടതയും ആശയസമ്പന്നതയും നൽകപ്പെട്ടു. അഥവാ മുഹമ്മദ് നബിയുടെ ഒരു വാക്കിന് വിശാലമായ ആശയമുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഖിയാമത്ത് നാൾ വരെ ഒരുത്തൻ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ ഈ ഒരൊറ്റ വാക്ക് മതിയാകും അതിനെ തള്ളാൻ. അതാണ് ജവാമിഉൽ കലിം. നിങ്ങൾ നബിയുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചൊക്കെ എല്ലാ പ്രാർത്ഥനയും എല്ലാം ജവാമിഉൽ കലിമാണ്, ആശയ സമ്പന്നതയുള്ളതാണ്. നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മൾ നടത്തണമെങ്കിൽ ഒരുപക്ഷെ 10ഓളം വാക്കുകൾ പറയേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. 3 കാര്യമാണ് ആയത്തിലുള്ളത്. പക്ഷെ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ 13ലധികം കാര്യങ്ങളുണ്ട്. മലയാളത്തിൽ ചോദിച്ചാൽ 13 തവണ ചോദിക്കണം. അറബിയിലാണെങ്കിലോ ഒറ്റ തവണ ചോദിച്ചു. അതാണ് ജവാമിഉൽ കലിം. അല്ലാഹു അക്ബറു കബീറ. അത്ര മഹത്വമുണ്ട്. ഇനിയോ രണ്ടാമത്തെ പ്രത്യേകത വനുസിർതു ബിർറുഅബ്, ശത്രുക്കൾക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഭയം മുഖേന എനിക്ക് വിജയ സഹായം നൽകപ്പെട്ടു. മൂന്നാമത്തത് വഉഹില്ലത ലിൽ ഗനായിം, ഗനീമത്ത് സ്വത്ത്, യുദ്ധ മുതലുകൾ അനുവദിക്കപ്പെട്ടു. മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർക്കൊന്നും ഗനീമത്ത് സ്വത്ത് അല്ലാഹു അനുവദിച്ചിട്ടില്ല. അതൊരു തീ വന്ന് വിഴുങ്ങാറാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഹദീസുകൾ കാണാം. എന്നാൽ മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല പ്രത്യേകമായി ഗനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടു. വജുഇലത ലിൽ അർളു തുഹൂറൻ വമസ്ജിദാ. ഈ ഒരൊറ്റ ഹദീസിന്റെ വാക്കുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവനും ഉണരേണ്ടി വരും. കാരണം തരൂ, ഭൂമി മുഴുവനും മസ്ജിദും തൊഹൂറുമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കള്ളുഷാപ്പും വേശ്യാലയവും അതുപോലെ വൃത്തികെട്ട നജസിന്റെ കേന്ദ്രങ്ങളും കക്കൂസും കുളിമുറി മാറ്റിവെച്ചാൽ ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം. പ്രിയപ്പെട്ടവരെ, പള്ളിയില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അല്ല, പള്ളിയുണ്ട് പക്ഷെ വെള്ളമില്ല എന്ന് പറഞ്ഞു നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. എന്ത്? ഭൂമി മുഴുവനും മസ്ജിദാണ്. പാടത്ത്, പറമ്പത്ത്, വയലോലകളിൽ
നദിക്കരകളിൽ, കടൽ തീരങ്ങളിൽ, പാർക്കുകളിൽ, ബീച്ചുകളിൽ എവിടെയും സമയമായാൽ നീ നിസ്കരിക്കണം. ഒഴിവില്ല. കാരണം പള്ളി, ഭൂമി മുഴുവനും പള്ളിയാണ്. രണ്ടാമത്തത് വെള്ളല്ലെന്ന് പറയാൻ പറ്റോ? ഇല്ല. തയമം, ഒറ്റടി മണ്ണില് മുഖം തടവുന്നു, കൈപ്പടം തടവുന്നു, തയമായി ഭൂമി ശുചീകരണോപാധിയാക്കി. ഈ മുഹമ്മദ് നബിക്ക് അള്ളാഹ് പ്രത്യേകം കൊടുത്തതാണ്. ചില ആൾക്കാർ ചിലപ്പോ ആലോചിക്കും, പഠിച്ചോ അതുകൊണ്ട് ഇപ്പൊ നമ്മളാ കുടുങ്ങിയത്. നിസ്കരിക്കാത്ത എല്ലാ കള്ളന്മാരും ചിലപ്പോൾ ആലോചിക്കും അങ്ങനെ നമ്മൾ കുടുങ്ങിയല്ലോ. ഇല്ല പ്രിയമുള്ളവരെ, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണത്. നബിയുടെ പ്രത്യേകത ആയതുപോലെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയുമാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക്. ഇനിയോ വഉർസിൽതു ഇലൽ ഖൽഖി കാഫ, അതാണ് പ്രത്യേകത. സർവ സൃഷ്ടികൾക്കും റസൂലായി ഞാൻ നിയോഗിക്കപ്പെട്ടു. ഉദാഹരണം നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയി തരാം. 46 അധ്യായം 29 ആയത്ത്, 72 അധ്യായം 1-2 ആയത്ത്, വേറെയും സൂറത്തുകൾ കാണാം, ആയത്തുകൾ കാണാൻ സാധിക്കും. അതാണ് ജിന്നുവർഗത്തിന്റെ പ്രവാചകർ, മനുഷ്യവർഗത്തിന്റെ പ്രവാചകർ, തടികളുടെ പ്രവാചകർ, ജീവികളുടെ പ്രവാചകർ. ഒട്ടകം മുഹമ്മദ് നബിയുടെ അരികിൽ വന്ന് സങ്കടം പറയുന്നു. ആലോചിക്കുക, ഒരു മരത്തിലേക്ക്, ഈന്തപ്പഴ മരത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് നബി പറഞ്ഞു, മോനെ എറിയല്ല മോനെ, ഈന്തപ്പഴ മരത്തിന് വേദനിക്കുന്നതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പറയാ, മരത്തിന് ജീവനുണ്ട്, വേദനിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അഹ്ലുസുന്ന ക്രോഡീകരിക്കേണ്ട എല്ലാ വാക്കുകളും ഇമാമിങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കട്ടെ. അവസാനം നബി പറഞ്ഞു, വഖുതിമ ബിയൻ നബിയ്യൂൻ, എന്നിലൂടെ പ്രവാചകത്വ പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് മിർസ കള്ളനാണ്, ഫാസിഖാണ്, മുർത്തദ്ദാണ്, കാഫിറാണ്. ആരൊക്കെ മുഹമ്മദ് നബിക്ക് ശേഷം നബിത്വം വാദിച്ചോ അവനൊക്കെ കാഫിറാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. എത്ര പ്രത്യേകത! ഇഹത്തിലും പരത്തിലും ധാരാളം പ്രത്യേകതകൾ. എല്ലാം നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വായിക്കാൻ തയ്യാറുണ്ടോ? മിനിമം കുത്തുബ് സിത്ത, ഹദീസ് ഗ്രന്ഥങ്ങൾ വിശാലാണ്. കുത്തുബ് സിത്തയെങ്കിലും ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ വായിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ പ്രമാണങ്ങളിൽ വിസ്തരിച്ചത് കാണാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ മാത്രം. ഊതിയ മഫാത്തിഹ ഖസാഇനിൽ അർദ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഭൂമിയുടെ ഖജനാവുകളുടെ താക്കോലുകൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അതായത് അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും വിജയവും ഭരണത്തിൽ വിശാലതയും വിപുലമായ ആധിപത്യവും നൽകിയിരിക്കുന്നു എന്നാണ്. മുഹമ്മദ് നബിയുടെ കാലഘട്ടം, ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടം, സീറ പഠിക്കുന്നിടത്ത് നമുക്കറിയാം, മശ്രിഖും മഗ്രിബും ഇസ്ലാം വ്യാപകമാവുകയാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു തആല വിശ്വാസികളുടെ അമ്മാവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് എല്ലായിടത്തേക്കും യൂറോപ്പിലേക്കടക്കം ഇസ്ലാം വ്യാപിക്കുകയാണ്. എങ്ങനെ? മുഹമ്മദ് നബിയുടെ പ്രത്യേകത, അവിടുത്തെ ഉമ്മത്തിന്റെ പ്രത്യേകത. എത്ര സ്ഥലങ്ങളിൽ കാണുന്നറിയോ? അതുപോലെ കാണാം, നമുക്കെല്ലാവർക്കും അറിയുന്നത് മുഹമ്മദ് നബി വഫാത്തായി കിടക്കുന്ന ആ വീടിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒന്നാണ്. അത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലാണ്. ഇപ്പോഴും ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചെന്തറിയോ? റൗള എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ ഖബറാണ്. നഊദു ബില്ലാഹ്. ഖബറല്ല പ്രിയമുള്ള, ഖബർ വീടാണ്. നബി വഫാത്തായത് വീട്ടിലാണ്, അതാണ് ഖബർ. അവിടെ ഖബർ. ആ ഖബറിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം ഇന്ന് സൗദി അറേബ്യ ചെന്ന് നമുക്ക് കാണാൻ പറ്റും. മദീനത്ത് ഒരു പച്ച കാർപ്പറ്റ് വിരിച്ച ഒരു 4-5 സോഫ്, അതിനാണ് റൗള എന്ന് പറയാം. റൗള. അത് ഇവിടുന്ന് അത് കാണിക്കണേന്ന് പാട്ട് പാടുമ്പോ മനുഷ്യന്മാരുടെ മനസ്സിലുള്ളത് മക്ബറ കാണിക്കണേന്ന് അല്ല പ്രിയമുള്ളവരെ. റൗള എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും റബ്ബിനോട് ദുആ ചെയ്യാനുമുള്ള പരിശുദ്ധമായ പ്രദേശം. മസ്ജിദുൻ നബവിയിലെ പ്രത്യേക ഇടം, അത് മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ്. അവിടുത്തെ പ്രത്യേകത വിശാലാണ്. അതിലൊന്നും അറിയൂ, കത്റത്തു അസ്മാഇഹി അൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഒരുപാട് പ്രത്യേകത. അദ്ദേഹത്തിന് ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പേരുകൾ. അന മുഹമ്മദുൻ വ അഹ്മദു വൽ മുഖഫി വൽ ഹാശിറു വ നബിയ്യു തൗബ വ നബിയ്യു റഹ്മ. അതൊക്കെ അവിടുത്തെ പേരുകളാണ്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ 2355 നമ്പർ ഹദീസ്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയാണ്, നബി പറയാണ്, ലി ഖംസതു അസ്മാഇൻ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ വ അഹ്മദു വ അനൽ മാഹി അല്ലദീ യംഹു അല്ലാഹു ബിഹി അൽ കുഫർ. ബിയ അൽ കുഫർ, ഞാൻ മാഹിയാണ്, എന്നെ കൊണ്ട് അല്ലാഹു കുഫറിനെ തുടച്ചു നീക്കുന്നു. വ അനൽ ഹാശിർ, ഞാൻ ഹാശിറാണ്. അല്ലദീ യുഹ്ശറു الناس على قدمي, എന്റെ പുറകിലാണ് ആളുകൾ മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ അനൽ ആഖിബ്, ഞാൻ ആഖിബുമാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 3532, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2354. മുത്തഫഖുൻ അലൈഹി ഹദീസ്. എത്ര പേരുകൾ മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി.
മറ്റൊരു നബിക്കുമില്ലാത്ത പ്രത്യേകത, മറ്റൊരു വ്യക്തിക്കുമില്ലാത്ത പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഇനി കാണാം ഇഖ്തിസാസുഹു ബിശ്ശഫാഅത്തിൽ ഉളമ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവിടത്തേക്ക് മാത്രമുള്ളതാണ് ശഫാഅത്തുൽ കുബ്ര. എല്ലാ നബിമാർക്കും ശഫാഅത്തുണ്ട്, മുഹമ്മദ് നബിക്കുമുണ്ട് 6-ലധികം ശഫാഅത്ത്. എന്നാൽ മുഹമ്മദ് നബിക്ക് മാത്രമുള്ള ശഫാഅത്താണ് ശഫാഅത്തുൽ കുബ്ര, വിചാരണക്ക് വേണ്ടിയുള്ള ശഫാഅ. അന സയ്യിദു വലദി ആദമ യൗമുൽ ഖിയാമ മുത്തഫഖുൻ അലൈഹി. ഞാൻ ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാണ്. കാരണം സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ അദ്ദേഹമാണ്, അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ കാണാം അന അവ്വലു മൻ തൻശഖു അൻഹുൽ അർദ്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഖിയാമത്ത് നാളിൽ ഭൂമിയിൽ നിന്ന് ആദ്യം ഉയരുന്ന വ്യക്തി ഞാനാണ്. വീണ്ടും കാണാം ഹദീസിൽ അവ്വലു മൻ തുഫ്തഹു ലഹു അബ്വാബുൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ആദ്യം തുറക്കപ്പെടുന്നത് അദ്ദേഹത്തിനാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഇതൊക്കെ ഇമാമിങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാൻ. അതുപോലെ അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ. അദ്ദേഹം മുഹമ്മദ് നബി ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നവനും ആദ്യമായി ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവനുമായിരിക്കും. സ്വഹീഹ് മുസ്ലിം. ഇപ്പോഴുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ശഫാഅത്തിലൊന്നും വിശ്വാസമില്ലാത്ത കുറെ ആൾക്കാരുണ്ടെന്ന്. വല്ലാഹുൽ മുസ്തആൻ. അബദ്ധാണ് പോലുള്ളവര്. കൃത്യമായിട്ട് മിമ്പർമെന്നാ പറയുന്നത്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അതുപോലെ കാണാ അവ്വലു മൻ യുഖ്സാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി വസ്ത്രം ധരിക്കപ്പെടുകയും മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലെത്തി ആദ്യം വസ്ത്രം ധരിക്കുന്ന ആൾ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ബുഖാരി മുസ്ലിം ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവ്വലു മൻ യുജാസു അല സിറാത്ത്. അതിന്റെ ആശയം പറയാം. അല്ലാഹു സിറാത്ത് പാലത്തിലൂടെ ആദ്യം കടത്തിവിടുന്ന വ്യക്തിയും മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിബുൽ വസീല. അൽ വസീല എന്ന സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയുടെ ഉടമയും അദ്ദേഹമാണ്. സ്വർഗത്തിലെ വിശിഷ്ടമായ അൽ കൗസർ എന്ന് പറയുന്ന നദിയിലെ വെള്ളം മുഴുവനും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരു പാത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രത്യേകമായ കോണിലൂടെ മഹ്ശറയിലേക്ക്, അവിടുത്തെ ഹൗദിലേക്ക്, നബിക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ഹൗദിലേക്ക് ശേഖരിക്കുന്ന ആ കൗസറിനെ ശേഖരിക്കുന്ന ഹൗദ്. ഇപ്പോഴും നമ്മൾ ആളുകൾ വിശ്വസിക്കുന്ന ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അല്ല, ഹൗദ് വേറെ, കൗസർ വേറെ. ഹൗദ് എന്ന് പറഞ്ഞ ഒരു തടാകമാണ്. പള്ളിയിലെ ഹൗദ് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. ഹൗദ് അതൊരു തടാകമാണ്. അതിൽ വെള്ളം ഏതാണ്? കൗസറിൽ നിന്നാണ്. കൗസർ ഏതാ? സ്വർഗത്തിന്റെ നദിയാണ്. അത് ആർക്ക് മാത്രമുള്ളതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, വിശദീകരിച്ച മണിക്കൂറുകൾ വിശദീകരിച്ച തീരാത്തത്ര പ്രത്യേകതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കിതാബിലും സുന്നത്തിലും വന്ന ധാരാളം പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അവിടുത്തെ പഠിക്കാനും അവിടുത്തെ പകർത്താനും അവിടുത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും പിൻപറ്റാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനൊരു നബി ലോകത്ത് വരാൻ വേണ്ടി മറ്റൊരു റസൂൽ പ്രാർത്ഥിക്കാൻ. അബുൽ അംബിയ സയ്യിദുനാ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ഒരു ഖലീൽ അള്ളാഹുവിന്റെ മറ്റൊരു ഖലീലിന് വേണ്ടി ദുആ ചെയ്യാൻ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാൻ നബിയുടെ പ്രത്യേകത ഒന്നാണത്. ഇത് അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതുപോലെ ഇത്തഖിദിനി ഖലീല, എന്നെയും ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് ഒരു ഖലീൽ മറ്റൊരു ഖലീലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥന? റബ്ബനാ വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഞങ്ങളുടെ റബ്ബേ. ആര് പ്രാർത്ഥിക്കണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കൂടെ ആരാണത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എവിടുന്ന പ്രാർത്ഥിക്കണത്? പരിശുദ്ധമായ ഹറമിന്റെ ചാരത്ത് മഖാമു ഇബ്രാഹിമിന്റെ നിർമ്മാണത്തിന് ശേഷം ആ പ്രാർത്ഥനയുടെ താഴെ ഇബ്രാഹിം പ്രാർത്ഥിക്കുകയാണ് അലൈഹിമുസ്സലാം, ഞങ്ങളുടെ റബ്ബേ, അവർക്ക് അഥവാ ഞങ്ങളുടെ സന്താനങ്ങൾക്ക്, ഭാവിയിൽ മക്കയിൽ താമസിക്കുന്നവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും കിതാബും സുന്നത്തും അഭ്യസിപ്പിക്കുകയും അവർക്ക് തസ്കിയത്ത് നൽകുകയും ചെയ്യുന്ന, അഥവാ ശിർക്കിൽ നിന്നും ഹറാമുകളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുന്ന ഒരു റസൂലിനെ അവരിൽ നിന്നു തന്നെ
അഥവാ ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന അനുസ്മരിക്കുന്ന ഒരു വാക്കുണ്ട്, അന ദഅവതു അബി ഇബ്രാഹിം, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആലോചിച്ചൊക്കെ ഒരു വലിയ മഹാൻ മറ്റൊരു മഹാന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അഥവാ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൽപ്പിക്കുന്ന ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിക്കുന്ന ശിർക്കിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുന്ന റസൂലിനെ നിയോഗിക്കണേ എന്നാര് പ്രാർത്ഥിക്കുന്നു? ഇമാമുൽ മുവഹിദീൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെ വെച്ച്? കഅബയുടെ ചാരത്ത് വെച്ച്. അല്ലാഹു അക്ബർ. ശരി പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. ഈ മഹാനായ റസൂലിന്റെ നിയോഗം ലോകത്തിന് റഹ്മത്താണ്, ലോകത്തിന് നിഅമത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗം ലോകത്തിന് റഹ്മത്താണ്. അത് അല്ലാഹു പറഞ്ഞത് നമുക്കൊക്കെ അറിയണായത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല നബിയെ. സൂറത്തുൽ അംബിയ 107-ാമത്തെ ആയത്ത്. ആയത്തിന്റെ ശറഹ് വിശദീകരിക്കുന്നിടത്ത് കാണാം 2 തരത്തിലുള്ള കാരുണ്യാണ്. ഒന്ന് മുഅ്മിനീങ്ങൾക്ക് മാത്രം കാരുണ്യം എന്ന് പറഞ്ഞ മഹാന്മാർ. 2 മുഅ്മിനീങ്ങൾക്കും കാരുണ്യം, സർവ്വ മനുഷ്യർക്കും കാരുണ്യം, കാഫിറുകൾക്കും കാരുണ്യം. എങ്ങനെയാ മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം? നമുക്ക് മനസ്സിലാവും. എന്നാൽ കാഫിറുകൾക്ക് എങ്ങനെ കാരുണ്യം? വളരെ ലളിതമായി സൂചിപ്പിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഉള്ള നബിമാർ, ആ നബിമാരുടെ ശത്രുക്കളെ അല്ലാഹു തആല ആ നബിമാരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ ശത്രുക്കളെ മുന്നിൽ വെച്ചിട്ട്. അതുപോലെ ഒരുപാട് നബിമാർ, ലൂത്ത് നബി അലൈഹിസ്സലാം അടക്കം ഒരുപാട് നബിമാരുടെ അനുയായികൾ, നിഷേധികൾ, അവരെ നബിമാരുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് തന്നെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് അല്ലാഹു തആല, ആ ഉമ്മത്തിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രബോധി സമൂഹത്തിന്, അതിലെ നിഷേധികൾക്ക് അല്ലാഹു തആല അതിൽ ഇളവ് നൽകി. അവർക്ക് നന്നാകാനും തൗബ ചെയ്യാനും മടങ്ങാനും ഒക്കെ ഇളവ് നൽകി. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ആ കാരുണ്യത്തിന്റെ വിശാലതയാണ് പ്രിയമുള്ളവരെ, മഹാനായ ഒരു സ്വഹാബിയായി അവസാനം ഇക്രിമ ഇബ്നു അബീ ജഹൽ കടന്നു വരുന്നത്. അബൂജഹലിന്റെ പൊന്നുമോൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. എത്ര ആളുകൾ അന്ന് അക്രമികളാണ്. ഇന്ന് നമ്മൾ അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയും. അവിടത്തേക്ക് എത്തിയതെന്താ? അവിടുന്ന് സർവർക്കും കാരുണ്യമാണ്. ഇന്നമാ ബുഇത്തു റഹ്മത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കാരുണ്യമായിട്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വാക്ക് കൂടി, അവിടുന്ന് അനുഗ്രഹവും കൂടിയാണ്. റഹ്മത്ത് മാത്രമല്ല, അവിടുന്ന് മിന്നത്ത് കൂടിയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 164-ാമത്തെ ആയത്ത്. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ നിഅമത്താണ്, അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മന്നുല്ലാഹി അളീമുൻ മിൻ ഗൈരി ദഅവത്തിൻ വലാ റഗബത്തിൻ മിൻ ഹാദിഹിൽ ഉമ്മ. അല്ലാഹുവിന്റെ അനുഗ്രഹം മഹത്തായതാണ്. ഈ ഉമ്മത്തിന്റെ അപേക്ഷയോ അല്ലെങ്കിൽ ആഗ്രഹമോ പ്രാർത്ഥനയോ ഒന്നും കൂടാതെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഈ ഉമ്മത്തിന്റെ നേതാവാക്കിയത്. ജഅലഹുല്ലാഹു റഹ്മത്തൻ ലഹും ലിയുഖ്രിജഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വയഹ്ദിയഹും ഇലാ സിറാത്തി മുസ്തഖീം. ഇബ്നു അബി ഹാത്തിമിന്റെ തഫ്സീറിൽ മഹാന ഇമാം ഖത്താദയെ തൊട്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അല്ലാഹു അദ്ദേഹത്തെ അവർക്ക് ഉമ്മത്തിനൊരു കരുണയാക്കി, അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരാനും അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനുമാണ്. അല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാധാരണ കാലങ്ങളായി നമ്മുടെ കൂട്ടത്തിൽ പല പറയാനുള്ളവരുണ്ട്. അവിടെ കാലങ്ങളായി നമ്മൾ കേൾക്കണം അഷ്റഫുൽ ഖൽഖ്. എന്തുകൊണ്ട്? റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്തുകൊണ്ട് ഖലീലുള്ളാഹ് എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. അങ്ങനെ പഠിച്ചാലേ നമ്മുടെ നബിയോട് നമുക്ക് ഹുബ്ബുണ്ടാകും. അങ്ങനെ പഠിച്ചാലേ അവിടുത്തെ നമുക്ക് പിൻപറ്റാൻ കഴിയൂ. അങ്ങനെ പഠിച്ചാലേ അവിടുത്തെ നമുക്ക് അനുസരിക്കാൻ കഴിയൂ. അനുസരിക്കുക, പിൻപറ്റുക, സ്നേഹിക്കുക, ഇത് നമ്മുടെ മേൽ നിർബന്ധമാണ്, ഔദാര്യമല്ല, നിർബന്ധമാണ്. ഏതെങ്കിലും ഒന്ന് മാറ്റിവെച്ചോ
ഓൻ ദീനും തന്നെ പുറത്തു പോകണ അവസ്ഥ ഉണ്ടാവും, നാളെ നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, അവിടുത്തെ പിൻപറ്റാൻ, അവിടുത്തെ അനുസരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم انصر إخواننا في فلسطين. اللهم احفظ المسلمين في فلسطين. اللهم احفظهم وارحم شهداءهم واشفي جرحاهم وفرج كربهم وارزقهم الأمن والسلام واحقن دماءهم وآمن روعاتهم وادفع عنهم الفتن والمحن واجمع كلمتهم على الحق والخير. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا